أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم إلى يوم الدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രീകൃത ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ ഈ ക്ലാസ് ഒരു റിവിഷൻ ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ മൂന്നാമത്തെ ക്ലാസ്സിലെ ലമീർ പറഞ്ഞിരുന്നു, അതൊന്നുകൂടെ വിശദീകരിക്കണം എന്ന് പറഞ്ഞതിനാലാണ് ഈ റിവിഷൻ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മറ്റു ഭാഷകളിൽ ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ അറബി ഭാഷയിലുണ്ട്. അതിലൊന്നാണ്, അറബി ഭാഷയിൽ ഏതൊരു പദം എടുത്തു നോക്കിയാലും ഒന്നുകിൽ അത് പുല്ലിംഗമായിരിക്കും അല്ലെങ്കിൽ സ്ത്രീലിംഗമായിരിക്കും. അത് രണ്ടും അല്ലാത്ത ഒരു പദം അറബി ഭാഷയിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? അത് അറബി ഭാഷയിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അത് എങ്ങനെ മനസ്സിലാവുമെന്ന് നോക്കിയാൽ അതിന് ചില ഒരു 4-5 ഉദാഹരണങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ പെട്ടതൊക്കെ മുന്നസ്സായിരിക്കും, അതായത് സ്ത്രീലിംഗമായിരിക്കും. അതിൽ പെടാത്തതാണോ ബാക്കിയുള്ളതൊക്കെ മുദക്കറായിരിക്കും, പുല്ലിംഗമായിരിക്കും. അപ്പോൾ മുന്നസ് തിരിച്ചറിയാനുള്ള ഒരു 5 അടയാളങ്ങൾ ഉണ്ട്. അതിലൊന്നാണ് ഹക്കീക്കി ആയ മുന്നസ്. ഹക്കീക്കി ആയ മുന്നസ് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഷയിലും അത് മുന്നസ് തന്നെ ആയിരിക്കും. ഇപ്പോൾ സഹോദരി എന്ന് പറയുമ്പോൾ എല്ലാ ഭാഷയിലും അത് മുന്നസ് തന്നെ ആയിരിക്കും, സ്ത്രീലിംഗം തന്നെ ആയിരിക്കും. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായാൽ സ്ത്രീലിംഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തന്നെയല്ല, അതിൻ്റെ ഓപ്പോസിറ്റിൽ മുദക്കർ ഉണ്ടായിരിക്കുകയും ചെയ്യും, അതിൻ്റെ ഓപ്പോസിറ്റ് പുല്ലിംഗം ഉണ്ടായിരിക്കും. അങ്ങനത്തെ പദങ്ങൾക്കാണ് ഹക്കീക്കിയായ മുഅന്നസ് എന്ന് പറയാം. എല്ലാ ഭാഷയിലും അതുണ്ടാകും. പിന്നെ അലാമത്തി മുഅന്നസ് എന്ന് പറയുമ്പോൾ ഒരു താ മർബൂത്ത ആ പദത്തിൻ്റെ അവസാനത്തിലുണ്ടെങ്കിൽ അത് മുഅന്നസായിട്ട് ആണ് ഉണ്ടാവുക. താ മർബൂത്ത എന്ന് പറഞ്ഞാൽ ഒരു കെട്ടുള്ള താക്ക് 2 കുത്തുണ്ടാവും മുകളിൽ. അങ്ങനെയുള്ള താക്കാണ് താ മർബൂത്ത എന്ന് പറയാം. അങ്ങനെയുള്ള താ ഒരു പദത്തിൻ്റെ അവസാനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മുഅന്നസായി കണക്കാക്കും. അത് അങ്ങനെ ചില പുരുഷന്മാരുടെ പേര് അതുപോലത്തെ ഉണ്ട്. ഹംസത്തും എന്നാണ് ശരിക്കും 48 പേര്. അപ്പോൾ അത് പുല്ലിംഗമായിട്ട് തന്നെ കണക്കാക്കണം, പുരുഷന്മാരുടെ പേര് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ. ബാക്കിയുള്ളതൊക്കെ സ്ത്രീലിംഗമായിട്ടാണ് കണക്കാക്കുക. അതുപോലെ മറ്റൊരു അടയാളത്തിൽ രണ്ടാമത്തത് ഹംസ കൊണ്ട് അവസാനിക്കുകയും തൊട്ട് മുമ്പ് അലിഫ് ഉണ്ടാവുകയും ചെയ്യുക. ഹംസ കൊണ്ട് അവസാനിക്കുക, അതിന് തൊട്ട് മുമ്പ് ഒരു അലിഫും ഉണ്ടായിരിക്കും. ഇപ്പോൾ മാ ഉൻ എന്ന് പറയുമ്പോൾ ഹംസ കൊണ്ടാണ് അവസാനിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് മീമ് നീട്ടാനുള്ള അലിഫും ഉണ്ട്. മാ ഉൻ അങ്ങനെയുള്ള പദങ്ങൾ അത് മുഅന്നസായിട്ടാണ് അറബി ഭാഷയിൽ കണക്കാക്കുക. ഇപ്പോൾ സമാ ഉൻ എന്ന് പറയുമ്പോൾ അവസാനത്തിൽ ഹംസയാണ്, തൊട്ട് മുന്നിൽ ഒരു അലിഫുണ്ട്. അങ്ങനെയുള്ള പദങ്ങളും അലാമത്തിൽ മുഅന്നസിൽ പെടും. അപ്പോൾ 2 മൂന്നാമത്തത് ശരീരത്തിൻ്റെ ഇരട്ട അവയവങ്ങൾ ഒക്കെ മുഅന്നസായിരിക്കും. ശരീരത്തിൻ്റെ ഇരട്ട അവയവങ്ങൾ അത് ഒരടയാളമാണ് മുഅന്നസിൻ്റെ. മറ്റൊന്ന് വെള്ളത്തിൻ്റെ സ്രോതസ്സുകളെല്ലാം സ്ത്രീലിംഗമായിരിക്കും. വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ, അതുമാതിരി തീ, എല്ലാത്തരം തീകളും മുഅന്നസായിരിക്കും. കാറ്റുകളും എല്ലാത്തരം കാറ്റാണെങ്കിലും, കൊടുങ്കാറ്റാണെങ്കിലും ചെറിയ അല്ലെങ്കിൽ ചെറിയ കാറ്റാണെങ്കിലും എല്ലാ തരം കാറ്റുകളും മുഅന്നസായിരിക്കും. അങ്ങനെയുള്ള പിന്നെ പാനീയങ്ങളും പാല് എന്ന് പറയുമ്പോൾ അത് മുഅന്നസായിട്ടാണ് കണക്കാക്കുക. സർബത്ത് അല്ലെങ്കിൽ ജ്യൂസ്, എല്ലാ തരം പാനീയങ്ങളും
മനസ്സായിട്ട് തന്നെ കണക്കാക്കുക. പിന്നെ നമ്മൾ ഒന്ന് കാണുന്നത് അറബികൾ ഉപയോഗിച്ച് വന്നിരുന്ന സ്ത്രീലിംഗങ്ങൾ, എല്ലാ പദങ്ങളും അറബികൾ പ്രാചീനമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന പദങ്ങളുണ്ട്, സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന പദങ്ങൾ. അതിൽപ്പെട്ടതാണ് സമാഉൻ, ആകാശം, ഭൂമി, അതുപോലെ രാത്രി. നമുക്ക് സൂറത്തിൽ കാണാം വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ഷാഹ. അവിടെയൊക്കെ സ്ത്രീലിംഗം, ആ പദങ്ങളൊക്കെ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ദുഹ എന്നത് പറഞ്ഞാൽ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചു, ഷംസ്, വൽ ഖമർ, ഇതൊക്കെ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ പദങ്ങൾ അറബികൾ പ്രാചീനമായി സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചിരുന്ന പദങ്ങളൊക്കെ അറബി ഭാഷയിൽ മുഅന്നസ് തന്നെയാണ്. ഇങ്ങനത്തെ അടയാളങ്ങളിൽ പെട്ടതാണോ അതൊക്കെ മുഅന്നസാണ്, ഇതിൽ പെടാത്തതാണോ ബാക്കിയെല്ലാം മുദക്കറാണ്. അങ്ങനെ കണക്കാക്കിയാൽ മതി. അപ്പം അത് ഈ 5 അടയാളങ്ങൾ കണക്കാക്കിയാൽ മതി. അതിലൊക്കെ അങ്ങനെ അടയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മുഅന്നസാണ്, ബാക്കിയുള്ളതൊക്കെ മുദക്കറാണ്. അതാണ് അതിന് എളുപ്പവഴി. പിന്നെ നമ്മളൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചിട്ട് തന്നെ സെൻറ്റൻസിൽ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് മുദക്കറും മുഅന്നസും സെപ്പറേറ്റ്. എല്ലാ പദങ്ങൾക്കും അത് ബാധകമാണ്. അറബി ഭാഷയിൽ എല്ലാ പദങ്ങൾക്കും ഒന്നുപോലെ മുദക്കറായിരിക്കും അല്ലെങ്കിൽ മുഅന്നസായിരിക്കും. ഇപ്പോൾ നമ്മളും ചിലപ്പോൾ പറയലുണ്ട് മലയാള ഭാഷയിൽ തന്നെ. ഇപ്പം അവൻ പോയോ എന്നുള്ളത് ആരായിരിക്കും? അവൻ തന്നെ ഒരാളായിരിക്കും അല്ലേ? അവൻ പുല്ലിംഗമായിരിക്കും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ അവൻ പോയോ എന്ന് പറയുമോ? ഇല്ല, അവൾ പോയോ എന്നേ പറയുള്ളൂ. അവൾ പോയോ എന്ന് പറയില്ലേ? അതുപോലെ തന്നെയാണ് എല്ലാ പദത്തിനും. അവിടെ മലയാള ഭാഷയിൽ അങ്ങനെ ചില പ്രത്യേക പദങ്ങൾക്ക് മാത്രമേ അങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ, പുല്ലിംഗം സ്ത്രീലിംഗം സെപ്പറേറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ അറബി ഭാഷയിൽ എല്ലാ പദങ്ങൾക്കും മുദക്കറാണോ മുഅന്നസാണോ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുക തന്നെ വേണം. കാരണം മുദക്കറും മുഅന്നസും അല്ലാത്തൊരു പദം അറബി ഭാഷയിൽ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അവൻ പോയോ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാവും അവന് ഒരു പുരുഷനാണ്, ഒരാളാണ്. നേരെ ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ അവർ പോയോ എന്നേ പറയുള്ളൂ. അത് പുരുഷനും സ്ത്രീകളും ഉള്ള ഗ്രൂപ്പാണെങ്കിലും അവർ പോയോ എന്ന് നമ്മൾ ചോദിക്കും. അല്ലെങ്കിൽ അവൾ പോയെന്ന് പറയുമ്പോൾ എന്താണ്? അവൾ ഒരു സ്ത്രീയാണ്, ഒരാളെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അവൾ എന്നാൾ സ്ത്രീലിംഗാണ് എന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചില ഭാഗത്ത്. എന്നാൽ അറബി ഭാഷ എല്ലാ സ്ഥലത്തും അങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ആ നിയമം. അത് മറ്റു ഭാഷകളില്ലാത്ത നിയമമാണ്. അതുപോലെ തന്നെ ഒന്നിന് പ്രത്യേക പദം ഉപയോഗിക്കണം, രണ്ടെണ്ണത്തിന് പ്രത്യേക പദം ഉപയോഗിക്കണം. 2ൽ കൂടുതലുണ്ടെങ്കിൽ ജംഅ്, അതായത് ബഹുവചനമാവുകയുള്ളൂ. അതും അറബി ഭാഷയിലെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള ഭാഷകളിലൊക്കെ ഏകവചനം കഴിഞ്ഞാൽ നേരെ ബഹുവചനത്തിലേക്കാണ് പോവുക. പക്ഷെ അറബി ഭാഷയിൽ ഏകവചനം കഴിഞ്ഞാൽ ഒന്നിന് പ്രത്യേക പദം ഉപയോഗിക്കണം, രണ്ടെണ്ണത്തിന് പ്രത്യേക പദം ഉപയോഗിക്കണം. 2ൽ കൂടുതലുണ്ടെങ്കിൽ ബഹുവചനം ആവുകയുള്ളൂ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ്, 2 കാര്യങ്ങളല്ല 4 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങൾ അനിവാര്യമായും അറിഞ്ഞിരുന്നാലേ ഒരു സെൻറ്റൻസിന്, ഒരു വേർഡിനെ, ഒരു പദത്തിനെ നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് 2 എണ്ണമാണ്. ഒന്ന് മുദക്കറാണോ മുഅന്നസാണോ എന്ന് അറിയുക. ഒന്ന് അദദ് എന്ന് പറഞ്ഞാൽ എണ്ണം. അത് മുഫറദാണോ, മുഫറദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം, ജംഅ് എന്ന് പറഞ്ഞാൽ ബഹുവചനം. അപ്പോൾ മുഫറദാണോ, മുസന്നയാണോ, ജംആണോ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ കാരണം മുദക്കറിന് മുഫറദിന് സെപ്പറേറ്റ് പദം ഉപയോഗിക്കണം. മുസന്നക്ക് മുസന്ന എന്ന് പറഞ്ഞാൽ 2 എണ്ണം ദ്വിവചനം, അതിന് പ്രത്യേക പദം ഉപയോഗിക്കണം. ജംഅ് ബഹുവചനം, അതിന് പ്രത്യേക പദം ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ പുരുഷനും സ്ത്രീലിംഗം ഉപയോഗിച്ച പോലെ അവൻ, അവൾ എന്ന് പറഞ്ഞ പോലെ തന്നെ എണ്ണത്തിനും ഈ 3ൽ 1 നിർബന്ധമായും ഉപയോഗിച്ച് മനസ്സിലാക്കിയെങ്കിൽ ഒരു സെൻറ്റൻസിനെ, ഒരു പദത്തിനെ സെൻറ്റൻസിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് വേർപെട്ട, മറ്റു ഭാഷകളിൽ നിന്ന് വേർപെട്ട 2 അടയാളങ്ങൾ, 2 പ്രത്യേക അടയാളങ്ങളാണിത്. ഇനി നമ്മൾ പറഞ്ഞ് ഹുവ, നമ്മൾ 14 ലമീറുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അന നഹനു. അത് നമ്മൾ എൻ്റെ മലയാളത്തിലുള്ള അർത്ഥം എഴുതിയിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് നോക്കി മനസ്സിലാക്കുക. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്, ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ എന്നാണ്, ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്. ഇതൊക്കെ മൂന്നും പുല്ലിങ്ങാണ്, പുല്ലിങ്ങാണ്, മുദക്കറാണ്. പുല്ലിംഗം എന്ന് പറഞ്ഞാൽ മുദക്കർ. ഒരാൾ, രണ്ടാൾ, രണ്ടിൽ കൂടുതൽ എത്ര ആയാലും. അതുമാതിരി അവൾ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയാണ്. ഞാനല്ല, നിങ്ങളല്ല, അല്ലാത്തൊരു ആളാണ് ഗായിബ് എന്ന് പറഞ്ഞത്. അതിൽ മുദക്കർ നമ്മൾ കഴിഞ്ഞ് ഹുവ ഹുമാഹും, പിന്നെ അതിൻ്റെ മുഅന്നസ് ഹിയ അവൾ, ഹുമ രണ്ടുപേർ, ഹുന്ന അവർ സ്ത്രീകൾ. അതിൽ ബഹുവചനം ഹുന്ന എന്നാണ്. ഹിയ ഹുമ ഹുന്ന. അപ്പോൾ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന, ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന. പിന്നെ മുഖാത്തബ്, നമ്മളെ മുന്നിലുള്ളവരുടെ കുറിച്ച് പറയുന്നത്. അന്ത എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. അന്തുമ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേർ എന്നാണ്. അന്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടിൽ കൂടുതൽ ആളുകളായിരിക്കും. അന്ത എന്ന് പറഞ്ഞാൽ നീയാണ്, അത് പുരുഷനായിരിക്കും. അന്തുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേർ. അന്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ. അതുപോലെ തന്നെ അതിൻ്റെ നേരെ സ്ത്രീലിംഗാണ് മുഅന്നസ് അന്തി. അപ്പോൾ അന്ത എന്ന് പറയുമ്പോൾ പുല്ലിംഗത്തിന് ഉപയോഗിക്കുള്ളൂ, ഒരാൾക്ക് ഉപയോഗിക്കുള്ളൂ, എൻ്റെ മുമ്പിലുള്ള ആൾക്കേ ഉപയോഗിക്കുള്ളൂ. അന്തി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ആയിരിക്കണം, എൻ്റെ മുന്നിലുണ്ടായിരിക്കണം. അത് ഒരു സ്ത്രീക്ക് മാത്രമേ, എൻ്റെ മുന്നിലുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ, അന്തി. അന്തുമ എന്നുള്ളത് രണ്ടും ഉപയോഗിക്കും, പുരുഷനും സ്ത്രീകൾക്കും ഉപയോഗിക്കും. അന്തുന്ന എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മാത്രമായിരിക്കും, നിങ്ങൾ സ്ത്രീകൾ. അന്തുന്ന എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ത്രീകൾ. അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന. അന്ത നീ, അന്തുമ നിങ്ങൾ രണ്ടുപേർ, അന്തും നിങ്ങൾ, അന്തി നീ ഒരു സ്ത്രീ, അന്തുമ നിങ്ങൾ രണ്ടുപേർ, അന്തുന്ന നിങ്ങൾ സ്ത്രീകൾ. അപ്പോൾ 6 6 12 വേർഡായി. പിന്നെ 2 വേർഡാണുള്ളത് മുത്തക്കല്യം. പറയുന്ന ആൾക്കാണ് മുത്തക്കല്യം എന്ന് പറയാം. മുത്തക്കല്യം എന്ന് പറയുമ്പോൾ പറയുന്ന ആൾ, ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ. അന നഹ്നു. അന എന്ന് പറഞ്ഞാൽ ഞാൻ, നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഇങ്ങനെയാണ് 14 രൂപ ഉള്ളത്. ഇതിന് തന്നെ ഇനി ഇതിന് ഇപ്പോൾ ലമീർ എന്നാണല്ലോ പറയാം. ഇനി അറ്റാച്ച്ഡ് ലമീർ എന്ന് പറയും. അറ്റാച്ച്ഡ് ലമീർ എന്ന് പറയുമ്പോൾ ഈ ലമീറിൻ്റെ ഒരു അവസാനത്തെ ഭാഗം മാത്രമേ അധികം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ആ പദത്തിനോട് ചേർന്നിട്ട് ഉണ്ടാകുന്ന ലമീറുകളാണ്. അപ്പോൾ കിതാബ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഹുവ ഹുമാഹും ഹിയ ഹുമാഹും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഹുവക്ക് പകരം ചിലപ്പോൾ ഹൂ മാത്രമായി വരും. അപ്പോഴും ആ ഹുവയുടെ അർത്ഥം തന്നെയാണ്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്, അല്ല അതു എന്നും അർത്ഥം കിട്ടും. അത് എന്തായിരിക്കണം? ഏകവചനമായിരിക്കണം, മുദക്കറായിരിക്കണം, ഒന്നായിരിക്കണം, പുല്ലിംഗായിരിക്കണം. ഹുവക്ക് പകരം ഹൂ എന്ന് വരും, അല്ലെങ്കിൽ ഹി എന്ന് വരും. അത് രണ്ടും രണ്ടവസ്ഥയിലാണ് വരിക. അപ്പോൾ ഹൂ എന്ന് വന്നാലും ഹി എന്ന് വന്നാലും അത് ഒരു ലമീറാണ്. അവൻ ഹുവക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഇപ്പോൾ ഹുമക്ക് പകരം ചിലപ്പോൾ ഹിമ വരും, അതും അതേ അർത്ഥം തന്നെ, ഹുമയുടെ അർത്ഥം തന്നെ. ഹും എന്നുള്ളതിന് ഹിം എന്ന് വരും, അതും ഹും എന്നുള്ളൊരു അർത്ഥം തന്നെയാണ്. പിന്നെ ഹിയക്ക് പകരം ചിലപ്പോൾ ഹാവും ഒരു അലിഫും കൊടുത്ത് ഉപയോഗിക്കുന്നതിനാണ് ഹ എന്ന് പറയുക. ഹ എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ. ഹിയക്ക് പകരമാണ് അത് ഉപയോഗിക്കുക. അപ്പം ഹ എന്ന് പറഞ്ഞാലും ആ ഒരു സ്ത്രീ എന്ന് തന്നെയാണ് അർത്ഥം. ഹ. ഹുമ രണ്ടുപേർ, ഹുന്നക്ക് പകരം ചിലപ്പോൾ ഹിന്നയും വരും. അപ്പം അത് ഗായിബാണ്. ഗായിബ് തന്നെ പ്രത്യക്ഷത്തിൽ ഇവിടെ ഇല്ലാത്തവരുടെ പറ്റി പറയുന്നവരാണ് അത് പറയാം, ആ ലമീർ പറയാം. പിന്നെ നമ്മളെ മുഖാത്തബ്, നമ്മളെ മുന്നിലുള്ളവരാണെങ്കിൽ അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന, അന നഹ്നു. അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന, അത് മുഖാത്തബിൻ്റെ ലമീർ. അന്ത തന്നെ നീ ഒരാൾ, അന്തുമ നിങ്ങൾ രണ്ടുപേർ, അന്തും നിങ്ങൾ, അന്തി നീ ഒരു സ്ത്രീ, അന്തുമ നിങ്ങൾ 2 സ്ത്രീകൾ, അന്തുന്ന നിങ്ങൾ സ്ത്രീകൾ. പിന്നെ മുത്തക്കല്യം പറയുന്ന ആൾ.
ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ, അത് രണ്ട് രൂപം മാത്രമേ ഉള്ളൂ. അന നഹ്നു. ഇനി ഒട്ടി നിൽക്കുന്ന വേറെ എങ്ങനെയാണ് ഒരു ഇപ്പം കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ്. അപ്പോൾ കിതാബ് ഹുവ എന്ന് പറയുന്നതിന് പകരം കിതാബുഹു അവൻ്റെ ബുക്ക് എന്ന് പറയും. കിതാബ് ഹുവ എന്ന് പറയുന്നതിന് പകരം കിതാബുഹു ഒട്ടി നിൽക്കുന്ന ലമീർ എന്നാ പറയും, അതിന് പറയാം. കിതാബുഹു അവൻ്റെ ബുക്ക്, കിതാബുഹുമ അവർ രണ്ടുപേരുടെ ബുക്ക്, കിതാബുഹും അവരുടെ ബുക്ക്, കിതാബുഹ അവളുടെ ബുക്ക്, കിതാബുഹുമ അവർ രണ്ടുപേരുടെ ബുക്ക്, കിതാബുഹുന്ന അവർ സ്ത്രീകളുടെ ബുക്ക്. ഇനി മുഖാത്തബിൽ അതിൽ അന്ത എന്നുള്ള പറയുന്ന പദം ഇവിടെ ഈ ഇസ്മിൻ്റെ കൂടെ അല്ല ഉപയോഗിക്കുക, അത് ഫീലിൻ്റെ കൂടെ ഉപയോഗിക്കുക. അന്തൊക്കെ പറയും താ തുമാത്തും തീ തുമാത്തുന്ന യ ന അന്ത താ തുമാത്തും തീ തുമാത്തും ഫീലിൻ്റെ കൂടെ ഉപയോഗിക്കുക. അത് ഫീലിൻ്റെ ക്ലാസ് വരുമ്പോൾ നമുക്കൊന്നുകൂടി വിശദീകരിക്കാം. ഇപ്പം ഇവിടെ ഈ മുഖാത്തബിന് ഒട്ടി നിൽക്കുന്ന ലമീർ വരും. അതാണ് കാ കുമാക്കും കീ കുമാക്കുന്ന. നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാ കുമാക്കും കീ കുമാക്കുന്ന, ഇത് അതാണ്. അപ്പോൾ കിതാബുക്ക നിൻ്റെ ബുക്ക്, നിൻ്റെ ബുക്ക് എന്ന് പറഞ്ഞാൽ പുരുഷനായിരിക്കണം. കിതാബുക്ക കിതാബു കുമ നിങ്ങൾ രണ്ടുപേരുടെ ബുക്ക്, കിതാബുക്കും നിങ്ങളുടെ ബുക്ക്, കിതാബുക്കി നീ സ്ത്രീയുടെ ബുക്ക്, നിൻ്റെ ബുക്ക്. ഒരു സ്ത്രീയോട് പറയുകയാണെങ്കിൽ നിൻ്റെ ബുക്ക് എന്ന് പറയുമ്പോൾ കിതാബുക്കി എന്ന് പറയും. കിതാബുക്കുമ രണ്ടും ഒന്നിന് പറയാം, പുരുഷനും സ്ത്രീക്കും ഒന്നിന് പറയാം. കിതാബുക്കുന്ന നിങ്ങൾ സ്ത്രീകളുടെ ബുക്ക്. അപ്പോൾ കിതാബുക്ക കിതാബുക്കുമ കിതാബുക്കും കിതാബുക്കി കിതാബുക്കുമ കിതാബുക്കുന്ന. ഇനി മുത്തക്കല്ലിമിന് അവിടെ ഒരു പ്രത്യേകം രൂപം വരുന്നുണ്ട്, യാ ന. അപ്പോൾ ഈ യാക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ യാക്ക് അൽഫ് അല്ലാത്ത അക്ഷരങ്ങളൊക്കെ, അൽഫും യാവും അല്ലാത്ത അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ ഈ മുത്തക്കല്ലിമിൻ്റെ രൂപിൽ മുന്നിൽ വരികയാണെങ്കിൽ കിസ്റായിട്ട് വരണം. ഇപ്പോൾ കിതാബ് എന്നുള്ളത് എൻ്റെ പുസ്തകം എന്ന് പറയണമെങ്കിൽ നമ്മൾ യാ ഉപയോഗിച്ചാൽ മതി. എൻ്റെ എന്നുള്ളത് യാ എന്നാണ് പറയാം. നാ എന്ന് പറയുമ്പോൾ ഞങ്ങൾ. ഈ മുത്തക്കല്ലിമിൻ്റെ യാക്ക് ഇതിന് യാ നാ എന്ന് പറഞ്ഞില്ലേ, 13ാമത്തെ രൂപം. യാ എന്ന് പറയുമ്പോൾ എൻ്റെ, എന്നെ, ഞാൻ എന്നെല്ലാ അർത്ഥം അതിന് കിട്ടും. അപ്പോൾ എൻ്റെ ബുക്ക് എന്ന് പറയുന്നെങ്കിൽ നമ്മൾ എന്നൊരു ഡിമാൻഡ് ഉണ്ട്. ആ മുത്തക്കല്ലിമിൻ്റെ യാക്ക് ഒരു ഡിമാൻഡ് ഉണ്ട്. അതിൻ്റെ മുന്നിൽ വരുന്ന അവസാനത്തെ അക്ഷരം കിസ്റായി വരണമെന്ന്. ആ കിസ്റായി വന്നിട്ടേ അതിനെ യോജിപ്പിക്കാൻ കഴിയുള്ളൂ, അത് യോജിക്കുള്ളൂ. അതിൻ്റെ ഡിമാൻഡ് അങ്ങനെയാണ്. ആ യാടെ മുത്തക്കല്ലിമിൻ്റെ യാൻ്റെ ഡിമാൻഡ് അങ്ങനെയാണ്. അപ്പോൾ കിതാബ് എന്നുള്ളത് കിതാബി എന്നാക്കണം. കിതാബി കൊടുത്തിട്ട് ആ യാ മുത്തക്കല്ലിൻ്റെ യാ അവിടെ ചേർക്കണം. കിതാബി എൻ്റെ ബുക്ക്. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, ബൈത്തി എൻ്റെ വീട്. കലമു എന്ന് പറഞ്ഞാൽ പേന, കലമീ എൻ്റെ പേന. അപ്പോൾ ആ മുത്തക്കല്ലിൻ്റെ യാൻ്റെ മുന്നിൽ ആര് വരികയാണെങ്കിലും കിസ്റായിട്ട് വരണം. ആരൊഴികെ യാവോ അലിഫോ അല്ലാത്തവരൊക്കെ വരികയാണെങ്കിൽ യാ ആയിട്ട് വരണം, അതിന് നിർബന്ധമാണ്. അല്ലെങ്കിൽ ആ മുത്തക്കല്ലിമിൻ്റെ യാ സ്വീകരിക്കില്ല. അപ്പോൾ അതാണ് ലമീർ, അറ്റാച്ച്ഡ് ലമീറായിട്ട് ഒരു ഇസ്മിൻ്റെ കൂടെ കൊടുക്കുക. ഇസ്മിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ കാ കുമാക്കും കീ കുമാക്കുന്ന യാ ന. അപ്പോൾ കിതാബുന അവിടെ കിസ്ർ കൊടുത്തില്ല നമ്മൾ, അതിൻ്റെ ആവശ്യമില്ല. ഈ യാക്ക് മാത്രമേ ഡിമാൻഡുള്ളൂ. കിതാബുന ഞങ്ങളുടെ ബുക്ക്, ബൈത്തുന ഞങ്ങളുടെ വീട്, കലമുന ഞങ്ങളുടെ പേന. അപ്പോൾ അവിടെ ഒന്നും ആ പ്രശ്നമില്ല. ഈ മുത്തക്കല്ലിമിൻ്റെ യാ 13ാമത്തെ രൂപത്തിൽ മാത്രമാണ് ആ ഒരു ഡിമാൻഡ് ഉള്ളത്. മുത്തക്കല്ലിമിൻ്റെ യാക്ക് ഒരു പ്രത്യേക ഡിമാൻഡാണ്. അപ്പോൾ അതിന് മുന്നിൽ ആര് വരികയാണോ യാവോ അലിഫോ അല്ലാത്ത ആരെങ്കിലും വരികയാണെങ്കിൽ കിസ്റായിട്ട് വരണം, എന്നെങ്കിലേ ഞാൻ അവിടെ നിൽക്കുള്ളൂ എന്നുള്ള ഒരു വാശിയാണ് ആ മുത്തക്കല്ലിമിൻ്റെ യാക്ക്. അപ്പോൾ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അതാണ് ലമീർ, ഒട്ടി നിൽക്കുന്ന ലമീർ എന്ന് പറഞ്ഞത്. അപ്പോൾ അപ്പോഴും ആ അർത്ഥങ്ങളൊക്കെ വഹുമാഹും ഹിയഹുമാഹുന്ന അന്ത അന്തുമാന്തും അന്തി അന്തുമാന്തുന്ന അന നഹനു. ഈ അനക്ക് പകരമാണ് അവിടെ യാ വന്നത്. അന നഹ്നു, നഹ്നുവിന് പകരം നാ വന്ന്. അതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇനി
പിന്നെ താ തുമാത്തും തീ തുമാത്തുന്ന മുഖാത്തബ് എന്നാണ് ഉപയോഗിക്കുക. മറ്റേ ഗായിബിനാണ് ഹാ ഹുവക്ക് പകരം ഹാ ഉപയോഗിക്കുക. അമാതിരി ഹിയക്ക് പകരം ഹാ ഗായിബിനാണ് ഹുവക്ക് പകരം ഹു എന്നോ അല്ലെങ്കിൽ ഹി എന്നോ ഉപയോഗിക്കുക. ഗായിബിന് ഹുവക്ക് പകരം ഹുവ എന്ന് പറഞ്ഞാൽ ഗായിബാണല്ലോ, ഹുവ എന്ന് പറഞ്ഞാൽ അവനാണല്ലോ. ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന. ആ ഹുവക്ക് പകരം ഒട്ടി നിൽക്കുന്ന ലിമീർ വരുന്നത് ഹു എന്നോ ഹി എന്നോ ആയിരിക്കും. അവർ അതിലത്തെ മുഅന്നസ് ഹിയക്ക് പകരം ഹാ എന്നായിരിക്കും. കിതാബു ഹാ അവരുടെ പുസ്തകം, കിതാബുഹു അവൻ്റെ ബുക്ക്, കിതാബുഹു അവൻ്റെ ബുക്ക്, കിതാബുഹ അവളുടെ ബുക്ക്, കിതാബുഹുമ അവർ രണ്ടുപേരുടെ ബുക്ക്, കിതാബുഹും അവരുടെ ബുക്ക്, കിതാബുഹ അവളുടെ ബുക്ക്, കിതാബുഹുമ അവർ രണ്ടുപേരുടെ ബുക്ക്, കിതാബുഹുന്ന അവർ സ്ത്രീകളുടെ ബുക്ക്. ഇനി മുഖാത്തിബിന് വരുമ്പോൾ അതല്ല ഉപയോഗിക്കുക, കാ കുമാക്കും എന്നാണ്. കിതാബുക്ക നിൻ്റെ ബുക്ക്, കിതാബുക്കുമ നിങ്ങൾ രണ്ടുപേരുടെ ബുക്ക്, കിതാബുക്കും നിങ്ങളുടെ ബുക്ക്. അപ്പോൾ അതുപോലെ അതിൻ്റെ മുഅന്നസ് കിതാബുക്കി നിൻ്റെ ബുക്ക് ഒരു സ്ത്രീ ആയിരിക്കണം, കിതാബുക്കുമ നിങ്ങൾ രണ്ടുപേരുടെ ബുക്ക്, കിതാബുക്കുന്ന നിങ്ങൾ സ്ത്രീകളുടെ ബുക്ക്. പിന്നെ കിതാബി എന്ന് പറയുമ്പോൾ യാ ആണ് കിതാബി. അപ്പോൾ അവിടെ അവസാനത്തെ അക്ഷരത്തിന് കിസർ കൊടുത്തിട്ട് വേണം അതിനെ യോജിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ മുത്തക്കല്ലിമിൻ്റെ യാ സ്വീകരിക്കില്ല. അപ്പോൾ കിതാബി എൻ്റെ ബുക്ക്, കിതാബുന ഞങ്ങളുടെ ബുക്ക്. ഇതാണ് ഇപ്പോൾ അതിലെ കുറച്ചും കൂടി ക്ലിയറാക്കി പറയുകയാണെങ്കിൽ ഇനി വല്ല വിശദീകരണം ആവശ്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും തരാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതിൽ എഴുതിയിട്ടുണ്ട്. അർത്ഥം കിട്ടിയില്ല, മലയാളത്തിൽ അർത്ഥം കിട്ടിയില്ല എന്ന് ഒരു സഹോദരൻ കമൻറ്റ് ചെയ്തിരുന്നു. അതിനാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ആ 14 ലമീറിൻ്റെ അർത്ഥങ്ങൾ, ആ 14 ലമീർ മനപ്പാഠം പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ വിഷയം നമ്മൾ ഫെയിൽ പഠിച്ച് അതിലും ഈ 14 രൂപ തന്നെയാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈ പഠനം നമ്മൾക്ക് എളുപ്പമാക്കി തരട്ടെ. വളരെ ലളിതമായി നമുക്ക് പഠിക്കാനുള്ള എളുപ്പമാക്കി തന്ന അള്ളാഹു ഞങ്ങൾ സഹായിക്കണമേ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.